ഹായ് ഫ്രണ്ട്സ്, ഞാൻ വളരെ വിഷമത്തോട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളൊരു സാംസങ് ഫാനാണോ? അല്ലെങ്കിൽ സാംസങ് S22 മോഡൽ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. നിങ്ങൾ സാംസങ്ങിൻ്റെ ഏതെങ്കിലും ഒരു സീരീസ് മൊബൈൽ, ഏതെങ്കിലും ഒരു കൂടിയ സീരീസ് മൊബൈൽ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. കാരണം എനിക്ക് നേരിട്ട ഒരു വളരെ വലിയ ദുരനുഭവമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു 2 വീക്സ് മുമ്പ് ഞാൻ എൻ്റെ സാംസങ് S22 അൾട്ര ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. അപ്ഡേറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു ടെൻഡൻസി ഉണ്ട്, എപ്പോഴും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഒരു അപ്ഡേഷൻ ചെയ്തു. ഏകദേശം 2 hours കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു സ്ക്വയറിൽ നല്ല ബ്രൈറ്റ് വെളിച്ചം, ഒരു വൈറ്റ് കളറുള്ള ബ്രൈറ്റ് വെളിച്ചം വന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ലൈൻസ് താഴോട്ട് വെർട്ടിക്കലായിട്ടുള്ള ഹൊറിസോണ്ടലായിട്ട് കുറേ ലൈൻസ് വന്നു. അതിനുശേഷം പിന്നെ അത് കുറച്ച് സമയം എഴുതി പിന്നെ മാറി. പിന്നീട് ഒരു 5 to 10 minutes എഴുതി പിന്നെയും ഈ സെയിം രീതിയിൽ വന്നു. ഞാൻ പിറ്റേ ദിവസം രാത്രി പിറ്റേ ദിവസം ഞാൻ എനിക്ക് നേരിട്ട് ഈ അനുഭവത്തെ പറ്റി ഞാൻ വാങ്ങിച്ചത് ഓക്സിജൻ വാങ്ങിക്കുന്നത്. ഓക്സിജൻ റാന്നിന്ന് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ വിളിച്ചാൽ പറഞ്ഞു എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി. കാരണം ഞാൻ വളരെ വിഷമത്തിൽ ആണ് ഞാനിത് വിളിച്ചു പറയുന്നത്. കാരണം ഇതിനകത്ത് ഒത്തിരി ഡേറ്റാസ് ഉണ്ട്. അപ്പം എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാത്ത അവസ്ഥയാണ്. അപ്പം ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു എൻ്റെ സാംസങ് ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി. അപ്പം അവർ പറഞ്ഞു നിങ്ങളിത് സാംസങ് കെയറുമായിട്ട് ബന്ധപ്പെടും, അത് പത്തനംതിട്ടയേ ഉള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. അതിനുശേഷം എൻ്റെ നാട് തൊടുപുഴയാണ്. അപ്പോൾ തൊടുപുഴ പോയപ്പോൾ അവിടെ തൊഴിൽ ഓക്സിജനുമായിട്ട് നല്ല ബന്ധമാണ്. കാരണം മിക്ക ഫോണുകളും ലാപ്ടോപ്പ് എല്ലാം എടുത്തിരിക്കുന്നത് ഈ ഓക്സിജൻ എന്നാണ്. ഈ തൊടുപുഴയിൽ റാന്നി ഓക്സിജൻ എന്നാണ് ഞാൻ മിക്ക ഫോണുകളും അല്ലെങ്കിൽ ലാപ്ടോപ്പ് എല്ലാം ഒരു വർഷത്തിൽ 1-2 ഫോണൊക്കെ ഞാൻ പിറർക്കായിട്ടൊക്കെ എടുക്കും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തന്നെ ബന്ധുക്കൾക്കായിട്ട് എടുക്കാറുണ്ട്. ഇതെല്ലാം എടുത്ത് ഈ ഓക്സിജൻ എന്നാണ്. സുമൽ എനിക്ക് വളരെ ഒരു നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് തൊഴിൽ. ഞാൻ സുമലെ നമ്മുടെ സാംസങ് S22 ഡിസ്പ്ലേ പോയി, ഇങ്ങനെ അവസ്ഥ. അതായത് എൻ്റെ മുകളിലൊരു ബ്രൈറ്റ് വെളിച്ചം കിടക്കുന്നു, ഇവിടെ ലൈൻസ് കിടക്കുന്നു. അപ്പോൾ സുമൽ പറഞ്ഞു ഞാനും ഉപയോഗിക്കുന്നത് S22 ആണ്. ഈ S22 സീരീസിന് എല്ലാം ഈ പ്രശ്നമുണ്ട്. അപ്പോൾ പവർ സേവിങ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് മാറിക്കോളും. എന്നോട് ഈ പവർ സേവിങ് മോഡിലേക്ക് ഇടാൻ പറഞ്ഞു. ഞാൻ പവർ സേവിങ് മോഡിലേക്ക് ഇട്ടു. സംഭവം മാറി, ഡിസ്പ്ലേ പഴയതുപോലെയായി. അപ്പോൾ ഞാൻ 2 days ഉപയോഗിച്ചു. പിന്നെ അടുത്ത ഒരു 3-ാമത്തെ ദിവസം ഇതിൻ്റെ ഡിസ്പ്ലേ പൂർണ്ണമായിട്ടും പോയി. അപ്പം ഞാൻ അതിനുമുമ്പ് വിചാരിക്കുന്ന ഇനി പോകില്ല, ഇത്രയും പവർ സേവിങ് മോഡിലേക്ക് ഇട്ടു, സുമലിൻ്റെ പോയില്ലോ, അപ്പം ഇനി പോകില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ പൂർണ്ണമായിട്ടും ഒരു വൈറ്റ് കളറോട്ട് മാറി. ഞാൻ പെട്ടെന്ന് തൊഴിൽ ഓക്സിജൻ്റെ സുമലിനെ വിളിച്ചു, സുമലെ ഡിസ്പ്ലേ വൈറ്റായി പോയല്ലോ, എന്താ ചെയ്യുക? അപ്പോൾ സുമൽ പറഞ്ഞു നമുക്ക് കസ്റ്റമർ കെയർ സെൻറ്ററിലോട്ട് പോകാം, മീൻസ് കസ്റ്റമർ കെയർ സെൻറ്ററിൽ പോയി ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മൂവാറ്റുപുഴ കസ്റ്റമർ കെയർ സെൻറ്ററിൽ ചെന്നു. പക്ഷെ വളരെ ഒരു മോശം, വളരെ ഒരു അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എനിക്ക് അവിടെ നിന്ന് ഉണ്ടായത്. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥ ഇതെങ്ങനെയാണ്, ലാസ്റ്റ് അപ്ഡേറ്റ് ശേഷമാണ് ഇങ്ങനെയൊരു സംഭവം വന്നത്. അപ്പോൾ അത് എൻ്റെ ഫാൾട്ടല്ല, നിങ്ങളുടെ ഫാൾട്ടല്ലേ, അപ്പോൾ നിങ്ങളിത് മാറ്റിത്തരണം, ഫ്രീ ആയിട്ട് മാറ്റിത്തരണം ഞാൻ റിക്വസ്റ്റ് ചെയ്തു. അപ്പം അവർ പറയുന്നത് ഞങ്ങളിത് ഗ്രീൻ ലൈനാണെങ്കിൽ മാത്രമേ മാറ്റി കൊടുക്കുള്ളൂ, ഇത് വൈറ്റ് കളറുള്ള സ്ക്രീനാണ്, നമ്മൾ മാറ്റിത്തരാൻ ഞങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല, ഒരു നമ്പർ തരാം അതിലേക്ക് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ വളരെ ഒരു അൺഫ്രണ്ട്ലി അപ്രോച്ചാണ്. ഞാൻ വർഷങ്ങളായിട്ട് സാംസങ് ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് ഫോൺ നോക്കിയ എടുത്ത ശേഷം പിന്നീട് ഉപയോഗിച്ച ഫോണെല്ലാം സാംസങ് ആണ്. അതൊക്കെ നേരിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു, സൈഡ് ബട്ടൺ പോകുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഫോണിലോട്ട് വന്നപ്പം ഇത് ഏകദേശം 1 ലക്ഷം രൂപ എടുത്ത ഫോണാണ്. S22 അൾട്ര എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ 1,00,000 രൂപയായിരുന്നു. ഞാൻ എടുത്തത്, ഞാൻ ഈ ഫോൺ വാങ്ങിക്കുന്നത് റാന്നി ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിൽ നിന്ന്. ഡേറ്റ് 21/9/2022. കറക്റ്റ് 2 വർഷം പൂർത്തിയായ സമയത്തുള്ള അപ്ഡേഷനിലാണ്. എന്താണ് അപ്ഡേഷനിൽ അവർ നമുക്ക് അയച്ചുതരും നമുക്കറിയില്ല. അവർ അയച്ചു തന്ന, മീൻസ് സാംസങ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുമല്ലോ
ഓരോ മാസം അപ്ഡേഷൻ പ്രൊവൈഡ് ചെയ്യുമല്ലോ. അങ്ങനെ വന്ന അപ്ഡേഷൻ ശേഷമാണ് ഇതുപോലെ ലൈൻസ് വരികയും ഡിസ്പ്ലേ പോവുകയും ചെയ്തത്. അപ്പം എൻ്റെ ബലമായ സംശയം അവരുടെ ഫോൺ മീൻസ് പറഞ്ഞ പോലെ ഒരു ഇത്ര വർഷം കഴിയുമ്പോൾ പോകണമെന്ന രീതിയിലുള്ള എന്തെങ്കിലും അപ്ഡേഷൻ അതിലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് ഹാംഫുൾ ആയി മാറുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ അപ്ഡേഷൻ ഉണ്ടായിരിക്കാം. അങ്ങനെയായിരിക്കാം ഫോൺ പോയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു അവർ തരുന്ന അപ്ഡേഷൻ ചെയ്ത ശേഷം ഫോൺ പോവുക, നിലത്ത് വീഴുകയോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ സംഭവിക്കാതെ നമ്മൾ ഡിസ്പ്ലേ പോകാൻ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ ഡിസ്പ്ലേക്കകത്ത് ഒരു സ്ക്രാച്ച് പോലും കാണാനില്ല. ഈ ഡിസ്പ്ലേയിൽ ഒരു സ്ക്രാച്ച് പോലും എവിടെയും കാണാനില്ല. അങ്ങനെ ഞാൻ കസ്റ്റമർ കെയർ സെൻറ്ററിൽ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് ഫ്രീ ആയിട്ട് മാറിത്തരണമെന്ന് പറയുമ്പോൾ അവരുടെ അപ്രോച്ച് ഞാൻ വളരെ അൺഫ്രണ്ട്ലി ആണ്. നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. വളരെയധികം വിഷമകരമായിട്ടൊരു അവസ്ഥയാണ്. മീൻസ് ഞാൻ അവിടെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഗ്രീൻ ലൈൻ ആണെങ്കിൽ ഞങ്ങൾ മാറ്റി തരുള്ളൂ. എന്തൊരു ന്യായമാണ്? ഗ്രീൻ ലൈൻ ആണെങ്കിൽ മാറ്റി തരുള്ളൂ. നിങ്ങളിത് വൈറ്റ് ലൈറ്റാണ്, വൈറ്റ് ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അപ്രോച്ചാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷം ഞാൻ അവരുടെ നമ്പർ വിളിക്കുകയും അവർ തന്ന ഒരു നമ്പറിൽ ഞാൻ വിളിച്ചപ്പം അവിടെ നിന്നുള്ള അപ്രോച്ചും വളരെ മോശമാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യണം. കാരണം ഇപ്പോഴും ഒത്തിരിയേറെ ആൾക്കാർ S22 മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കിത് വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും. കാരണം അവർ എത്രയും പെട്ടെന്ന് ഈ മൊബൈലിൽ മാറിയില്ലെങ്കിൽ ഒരുപക്ഷെ കാരണം S22 സീരീസ് മൊബൈൽ ഫോൺ എല്ലാം ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഷോപ്പുകാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഏത് സമയത്ത് വേണമെങ്കിൽ പോകാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിപ്പോൾ S22 മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഫോൺ മാറ്റി മറ്റ് ഫോണിലോട്ട് മാറുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സാംസങ് പ്രൊഡക്റ്റിന് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുമോ? കാരണം അവിടെ സാംസങ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ വളരെ അൺഫ്രണ്ട്ലി അപ്രോച്ചാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ വീട്ടിലുള്ള മിക്ക പ്രൊഡക്റ്റും സാംസങ് ആണ്. നേരത്തെ ഫ്രിഡ്ജ് സാംസങ് ആണ്, ഇപ്പോഴത്തെ ഫ്രിഡ്ജ് സാംസങ് ആണ്, മൊബൈൽ സാംസങ് ആണ്, വീട്ടിലുള്ള മിക്ക ഫോണുകളും സാംസങ് ആണ്. ഇനി എങ്ങനെ ഇവിടെ പ്രൊഡക്റ്റ് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും? അപ്പോൾ നമ്മൾ വാങ്ങിച്ച് ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർ കൈയൊഴിയുകയാണ്. നിങ്ങൾ കയറിപ്പോവും, സാംസങ് കയറിപ്പോവും. അവിടെ ചെല്ലുമ്പോൾ അവരും കൈവഴിയുകയാണ്. അവർ നമ്മളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി വിടുക എന്നൊരു തന്ത്രമാണ് ആ ഒരു ഭാഗത്തു നിന്നുള്ളത്. അപ്പം ഞാൻ ചെന്നപ്പോൾ ഇത് നോക്കിയിട്ട് പറയുന്ന കാര്യം ഇതിന്റെ ബാറ്ററി ബൾജ് ചെയ്തിരിക്കുവാണ്. ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല ഇതിന്റെ ബാറ്ററി ബൾജ് ചെയ്തിരിക്കുവാന്ന്. അവരൊന്നും ബാറ്ററി ബൾജ് ചെയ്തിരിക്കുവാണ്. ബാറ്ററിയും ഡിസ്പ്ലേയും തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലായില്ല. ബാറ്ററി ബൾജ് ചെയ്തിരിക്കുവാണ്, ബാറ്ററിയും ഡിസ്പ്ലേയും തമ്മിൽ എന്താണ് ബന്ധം എനിക്കറിയില്ല. ഇനി ബൾജ് ചെയ്തിരിക്കുവാണെങ്കിലും ഇപ്പം ഇത് S22 1 lakh rupees മുകളിൽ കൊടുത്ത് വാങ്ങിച്ച ഫോണാണ്. അപ്പം എങ്ങനെ ഇപ്പോൾ എൻ്റെ ഒരു ബാറ്ററി ബൾജായിരിക്കും തന്നെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. സാംസങ് S22 അൾട്രയുടെ അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അടുത്തൊരു കാര്യമുള്ളത് ഈ പറഞ്ഞ പോലെ അവർ എഴുതുന്ന കാര്യം ബാറ്ററി ബൾജ്, ദെൻ ബാക്ക് ഗ്ലാസ് ബ്രോക്കൺ. ശരിയാണ്. ഒരു വർഷം മുമ്പ് എൻ്റെ കയ്യിൽ ഞാൻ ചെയറിലിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ജസ്റ്റ് താഴെ പോയി ദെൻ എൻ്റെ ബാക്ക് ഗ്ലാസ് ചെറിയൊരു പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഫോണിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ബാക്ക് ഗ്ലാസ് മാത്രം ജസ്റ്റ് ഒന്ന് പൊട്ടൽ സംഭവിച്ചു. ഏകദേശം ഒരു വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്. അവരെനിക്ക് പ്രോഡക്റ്റ് തന്ന സമയത്ത് അവർ പറഞ്ഞു എൻ്റെ ബാക്ക് മെറ്റാലിക് ആണ്, താഴ്ച അടിയൊന്നും പോകത്തില്ല. ഞാൻ വിശ്വസിച്ചു, ഇത് മെറ്റാലിക് ആണല്ലോ. അങ്ങനെയാണ് ഇതിൻ്റെ പാനലിൻ്റെ കേസുകളൊന്നും വാങ്ങിച്ചിടാതിരുന്നത്. അതുപോലെ കേസിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഇത് താഴ്ച അടിയിലൊന്നും അങ്ങനെ പൊട്ടുന്ന സാധനമല്ല, മെറ്റാലിക് ആണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വാങ്ങിയ സമയത്ത് ഭയങ്കര ഹീറ്റ് അനുഭവപ്പെട്ടു. അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു ഇത് മെറ്റാലിക് ആയതുകൊണ്ടാണ് ഈ ഹീറ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതൊരു പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇത്ര ഹീറ്റ് ഉണ്ടാകത്തില്ല, മെറ്റാലിക് ആയതുകൊണ്ട് ഹീറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മെറ്റാലിക് ആണല്ലോ. പക്ഷെ ഒരു വർഷം താഴ്ച അടിയപ്പോൾ മനസ്സിലായി ഇത് മെറ്റാലിക് ഒന്നല്ല, ഇത് ഗ്ലാസ് ആണ്. ജസ്റ്റ് ഒരു സ്ക്രാച്ച് വീണു. അതിനുശേഷം അവിടെ എഴുത്ത് നിൽക്കുന്ന കാര്യം റിയർ കേസ് ഡെൻഡ് ആയിട്ടുണ്ട്. ഇവിടെ എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ ഒരു സ്ക്രാച്ചും ഇല്ല. അപ്പോൾ അവരൊരു സെൻറ്ററിൽ ചെല്ലുമ്പോൾ അവർ വളരെ അൺഫ്രണ്ട്ലി ആണ്.
അതുപോലെ തന്നെ അവരൊരു അപ്രോച്ചുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒരിക്കലും ഒരു സാംസങ് പ്രൊഡക്റ്റ് വാങ്ങാൻ പാടില്ല. ആ രീതിയിൽ അപ്രോച്ചാണ് ഒരു സാംസങ് കെയറിൽ നമുക്ക് ഇടുന്നത്. അപ്പം സാംസങ് അവരുടെ മുകളിൽ നിന്നുള്ള ഓർഡർ അങ്ങനെ ആയിരിക്കാം, അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു മൊബൈൽ ഫോൺ എനിക്ക് തോന്നുന്നു സാംസങ് ആണെന്ന് തോന്നുന്നു. അവർ ഈ അപ്രോച്ച് എങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്കിനി വിശ്വസിച്ച് അവരൊരു ഫോൺ എടുക്കാൻ പറ്റും? ഞാൻ സാംസങ് S25 എടുക്കാനിരുന്ന വ്യക്തിയാണ്. ഇനി എങ്ങനെ എടുക്കാൻ പറ്റും? എനിക്കറിയില്ല ഇവരുടെ അപ്രോച്ച് ഇങ്ങനെയാണെങ്കിൽ. എൻ്റെ ഒരു ഭാഗത്തെ പ്രശ്നമാണെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം തോന്നത്തില്ല. പക്ഷേ ഇതിൻ്റെ ഇവർ തന്ന ആ ഒരു അപ്ഡേഷനിൽ ഈ പ്രൊഡക്റ്റ് പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രശ്നം അവരുടെ അല്ലേ, അവരെനിക്ക് മാറ്റി തന്നതല്ലേ. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളിത് കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇതേ പ്രശ്നം നേരിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ പ്രശ്നം നേരിട്ടു, നിങ്ങൾ അതിന് പരിഹാരം കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ എന്തൊക്കെയാണ് പരിഹാരം കിട്ടിയതെന്നും കൂടെ താഴോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കാണുന്ന ഒത്തിരി പേർ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.